ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബീഡ്സിൻ്റെ കളക്ഷനും നന്നായിട്ടല്ല വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മേക്കിംഗ് വീഡിയോ അല്ല കാണിക്കുന്നത്. ജസ്റ്റ് നമ്മുടെ ഈ ഒരു ബീഡ്സ് തിൻ ഹെയർ ബാൻഡിൽ ചെയ്തിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ആണ് കാണിക്കുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് ആദ്യമായിട്ട് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ് ബീഡ്സ് ഇടേണ്ടത്, എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മേക്കിംഗ് വീഡിയോ അല്ല, ജസ്റ്റ് ചെയ്ത വീഡിയോസ്, ചെയ്ത് വെച്ച ഐറ്റംസ് കുറച്ച് കാണിച്ചു തരാം. എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ഏതെല്ലാം ബീഡ്സ് വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ. ഒട്ടും അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് ചെയ്യുന്ന ഹെയർ ബോ. ഇത് നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് കട്ട് ചെയ്ത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിന് കൂടെ ഈ ഒരു പീക്കോക്ക് ഗ്രീൻ കാണുന്നുണ്ടല്ലോ, അത് നമ്മൾ ലേസാണ്, റൗണ്ടിലുള്ള ഒരു ലേസ് വാങ്ങിക്കാൻ കിട്ടും. മീറ്റ് 10 രൂപ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഒരുപാട് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ അത് ഇതുപോലെ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഹെയർ ബോൻ്റെ അളവ്, കറക്റ്റ് അളവ് ഇതുപോലെ മെഷർ ചെയ്ത് അളന്നെടുത്ത് കട്ട് ചെയ്ത് നമുക്ക് വയർ ബോൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് കയറ്റി കൊടുത്താൽ മാത്രം മതി. ഇതിൽ പല കളേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് തന്നെ പല റേറ്റിൽ വരുന്നതുണ്ട്. 45 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്, 30 വരെ ഏകദേശം റേറ്റ് പോകുന്ന ഗ്ലിറ്റർ ട്യൂബുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു നമ്മൾ എൻഡ് ബീഡ്സാണ് ഇതിനിട്ട് കൊടുക്കുന്നത്. എൻഡ് ടാപ്പും വേണമെങ്കിൽ നമുക്ക് എൻഡിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എൻഡ് ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു 5 മിനിറ്റിൽ നമുക്ക് 3 ഹെയർ ബാൻഡൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാം. അത്രയും പെട്ടെന്ന് തീരുന്ന ഒരു ഡിസൈനാണിത്. ഹെയർ ബോ മേക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ ബോറിംഗ് ആയിരിക്കാം, പക്ഷേ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞു മക്കൾക്ക് വീട്ടിലുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ബീഡ്സ് വാങ്ങിച്ചിട്ട്, സ്പെല്ലിംഗ് ബീഡ്സൊക്കെ വാങ്ങിച്ചിട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നറിയാതെ ഒന്ന് വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്ത് നോക്കണം എന്നുള്ളവർക്കൊക്കെ ഇത്രയും സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും നമ്മളോട് ചോദിച്ചത് കൊണ്ട് ചെയ്ത് കൊടുക്കുക മാത്രമാണ് കേട്ടോ വീഡിയോ. അപ്പോൾ ഇതുപോലെ എൻഡിൽ ഇതുപോലെ എൻഡ് ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബീഡ്സ്, സാധാ ബീഡ്സ്, നോർമൽ ബീഡ്സ് വെച്ച് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു കളർ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. എൻ്റെ ബീഡ്സ് എൻഡിലിട്ട് കൊടുത്താൽ മാത്രം മതി. എപ്പോഴും ഗ്ലൂ ഫുൾ ബീഡ്സിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓടിക്കളിക്കും ബീഡ്സ്, മുടിയിൽ നിൽക്കൂല കേട്ടോ. ഹെയർ ബാൻഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ ചെയ്യാൻ പറ്റിയിട്ട് 2 അറ്റത്തും ഇതുപോലെ ഒരേ അളവിൽ ബീഡ്സ് എടുത്തതിന് ശേഷം 2 ബീഡ്സ് 1 ബൈ 1 ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇതേ ഒരു പാറ്റേണിൽ ചെയ്തിട്ടുള്ള ഗ്ലാസ് ബീഡ്സ് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡാണ് ഇപ്പോൾ കാണുന്നത്. രണ്ടും ചെയ്തിട്ടുള്ള ഒരേ പാറ്റേൺ ആണെങ്കിലും ബീഡ്സ് വ്യത്യാസം ഉള്ളത് കൊണ്ട് ഒന്നുകൂടി വെറൈറ്റി ആയിട്ട് തോന്നും. ബീഡ്സ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്താലും നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടായിരിക്കും. അത് ഓരോന്ന് ഇടവിട്ടിട്ടാണ് ഈ 3 ഹെയർ ബാൻഡും ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് ബീഡ്സ്, ഫ്ലവർ ബീഡ്സും വെച്ചപ്പം ഇതിന് വേറൊരു ഭംഗിയാണ് കിട്ടിയത്. 3ഉം ഒരേ മെത്തേഡാണെങ്കിലും 3 നല്ല ഭംഗിയുള്ള കളേഴ്സ് ചെയ്തപ്പോൾ ഭംഗിയായി. ഇനി ഇത് വരുന്നത് എൻഡിൽ നമ്മൾ വൈറ്റ് ബീഡ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലും ഒരേ അളവിൽ എടുത്ത് വെക്കുക ബീഡ്സ്. ആദ്യം തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഹെയർ ബാൻഡിൽ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നാവും. ഇവിടെ സെൻറ്ററിൽ 2 റാബിറ്റ് ഹെഡും അതുപോലെ ടെഡി ബിയർ, സ്മൈലി സ്റ്റാർ എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. രണ്ടും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ബീഡ്സ് ഇട്ട് കൊടുത്താലും മതി. അതുപോലെ ഈ ഒരു ഹെയർ ബാൻഡിൽ സെയിം കളറിലുള്ള പല ഷേപ്പ് ബീഡ്സാണ് വെച്ചിട്ടുള്ളത്. എല്ലാം ഒരേ കളറിലാണ്. അപ്പോൾ അങ്ങനെ കളർ തീമിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതൊരു മൾട്ടി കളർ ബീഡ്സ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഗ്രീനും വയലറ്റും എല്ലാം ഒക്കെ ഉണ്ട്. 9 ബീഡ്സ് സെൻറ്ററിൽ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം 2 സൈഡിലും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാനും പറ്റും. സെൻറ്ററിൽ നിന്ന് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ സെൻറ്ററിൽ കറക്റ്റ് ചെയ്തതിന് ശേഷം സൈഡിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ചെയ്യുമ്പോൾ സാധാരണ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ പോവാറാണ്. അടുത്ത് വരുന്നത് ഈ ഒരു ഐറ്റാണ്. ഇതിൽ നമ്മൾ എൻഡിൽ ഫുൾ ഗ്രീന് കൊടുത്തിട്ടുണ്ട്. ഒരേ അളവിൽ എടുക്കാൻ ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് അതിൽ ഗോൾഡൻ കളർ ഇടയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഇതുപോലെ ഗോൾഡൻ കളർ ഫുള്ള് കൊടുത്തിട്ട് ഇടയിലൊക്കെ ടിയാര ഫ്ലവേഴ്സ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ടിയാര ഫ്ലവറിന് പകരം നമുക്ക് ഫോം ഫ്ലവർ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാൻ പറ്റും.
ഇത് നമുക്ക് റെഡ് കളറിലും ഗ്രീൻ കളറിലും നമ്മുടെ അടുത്തുള്ള ബീഡ്സിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഐറ്റം ചെയ്തെടുക്കാം. അടുത്ത് വരുന്നത് ബട്ടർഫ്ലൈയും ഈ ഒരു ഗോൾഡൻ ബീഡ്സും മാത്രം യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഹെയർ ബാൻഡിനെ കുറച്ചൊരു ഹെവി ലുക്ക് തോന്നിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ബീഡ്സ് കുറച്ചൊരു വീതിയുള്ള ടൈപ്പാണ് ബട്ടർഫ്ലൈ. ഓവർ വീതിയല്ല, എന്നാലും കുറച്ചും കൂടി 6 mm ബീഡ്സാണ് ഇതിലിട്ടിട്ടുള്ളത്. അതിനേക്കാൾ ഇത്തിരി കൂടി വലിപ്പമുള്ള ടൈപ്പാണ്. അപ്പോൾ ഈ 2 ബീഡ്സ് വെച്ചിട്ട് ഇത്ര നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. ഒന്നും ചെയ്തിട്ടില്ല, ഒരു 10 ബീഡ്സ് എങ്ങാനും സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു 1 by 1 ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അതേ സെയിം ചെയ്തിട്ടുള്ള റെഡ് ബീഡ്സ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ കയ്യിലുള്ള ബീഡ്സ് വെച്ചിട്ട് നമുക്ക് കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊന്നും ഒരുപാട് പണിയില്ല. ഒരു ബീഡ്സ് ഇടുക, അടുത്ത ബീഡ്സ് ഇടുക, അങ്ങനെ 2 കളറ് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ഡിസൈനൊക്കെ പെട്ടെന്ന് ചെയ്യാനും പറ്റും, നല്ല ഭംഗിയാണ് കാണാൻ. അടുത്തത് വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ്. ബട്ടർഫ്ലൈ പകരം നമ്മളിവിടെ സ്റ്റാറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഷേപ്പ്ഡ് ബീഡ്സ് ആണോ ഉള്ളത് അത് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഐറ്റംസ് മാത്രമാണ്. അപ്പോൾ വെറൈറ്റി ബീഡ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ വേണമെന്നുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തിട്ടുള്ള 6 mm 2 കളർ ബീഡ്സുകൾ വെച്ചിട്ടാണ് 3 ബീഡ്സ് വീതം അങ്ങനെ ഇട്ട് കൊടുക്കാൻ ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് ഒരു സ്റ്റാറും നടുക്കലൊരു വൈറ്റ് ബീഡ്സും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 കളറിൽ ചെയ്തെടുക്കാം. ഒരു വയലറ്റും ഒരു വൈറ്റും അങ്ങനെ ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് വൈറ്റ് ചെയ്യാം, ഫുള്ളായിട്ട് വയലറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയും കുറച്ച് ഐറ്റംസ് മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഈ ഒരു ഡിസൈൻ മോഡലുകളൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.